ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എന്ത് കാര്യത്തിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിലേക്കാണ് സെർച്ച് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നത്, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് വരെ യൂട്യൂബിലാണ്. അപ്പോൾ നമുക്ക് ആ യൂട്യൂബിൽ നമുക്കറിയാത്ത കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ ഞാൻ യൂട്യൂബിൽ ഡാർക്ക് തീം എന്നുള്ള ഒരു ഫീച്ചറാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ഡാർക്ക് തീം എങ്ങനെ എനേബിൾ ചെയ്യണമെന്ന്. എന്നാലും ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഡാർക്ക് തീം എനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് അതിൽ സെറ്റിങ്സ് ഓപ്ഷനിൽ താഴെ കാണുന്ന സെറ്റിങ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ജനറൽ സെലക്ട് ചെയ്യുക. അതിൽ ഡാർക്ക് തീം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഡാർക്ക് തീമിലായിരിക്കും. ഈ ഡാർക്ക് തീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രണ്ട് യൂസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഐസൈറ്റിന് പ്രോബ്ലം വരാത്ത രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് തീം എനേബിൾ ചെയ്യാം ഈ നൈറ്റ് ടൈമിലൊക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫോണിൽ ഏറ്റവും കുറവ് ചാർജ് പോകുന്നത് ഡാർക്ക് തീം ഉപയോഗിക്കുമ്പോൾ ആയിരിക്കും. ലൈറ്റ് തീം ഉപയോഗിക്കുന്ന സമയത്ത് ചാർജ് വളരെയധികം പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി സേവ് ചെയ്യണമെന്നുള്ളവർ ഡാർക്ക് തീമിൽ വെച്ച് ഈ യൂട്യൂബൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫീച്ചറാണ് ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് പ്ലേ. അതായത് നമ്മുടെ ഫോണിൽ യൂട്യൂബിൽ നമ്മൾ വെക്കുന്ന വീഡിയോൻ്റെ ഓഡിയോ നമുക്ക് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇത് സാധാരണ യൂട്യൂബ് പ്രീമിയം വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണെങ്കിലും വേറൊരു ആപ്പും കൂടാതെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ക്രോമിൽ പോയിട്ട് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കും. ആപ്പ് അല്ലാണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാനായിട്ട് ഗൂഗിളിലുള്ള യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഓപ്ഷൻസ് ടോപ്പ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് പ്രസ് ചെയ്യുക. അതിനുശേഷം അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ നമ്മുടെ ഫോണിൽ ഓപ്പൺ ആവും. ഇതിന് ശേഷം ഇനി നമുക്ക് വേണ്ട വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ വീഡിയോ പോസ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് ചെല്ലുക. നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു പ്ലേ ബട്ടൺ കാണാം, അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ ആ സോങ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ ഫോണിൽ പ്ലേ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഏത് ആപ്പ് വേണമെങ്കിലും ആ ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവിടെ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് പോസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഞാൻ കാണിച്ചു തരുന്ന ഫീച്ചർ ഈ ഫീച്ചറിനോട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചറിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഓഡിയോ ആണ് പ്ലേ ചെയ്തതെങ്കിൽ അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഫീച്ചറിൽ നമുക്ക് വീഡിയോ അടക്കം നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അതിനെ പിക്ചർ മോഡ് എന്നാണ് പറയുക. അതും ഈ യൂട്യൂബിന് പ്രീമിയം വെർഷനിൽ മാത്രം അവൈലബിൾ ആയ ഒരു ഫീച്ചറാണ്. എന്നാൽ നമ്മുടെ ഫോണിലും അത് നമുക്ക് ഈസി ആയിട്ട് എനേബിൾ ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഞാനിനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യൂട്യൂബ് ഡെസ്ക്ടോപ്പ് വെർഷൻ നിർബന്ധമില്ല, ഫോൺ വെർഷൻ ആയാലും അത് പ്രശ്നമില്ല. എന്നിട്ട് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുക. ആ വീഡിയോ പ്ലേ ആയി തുടങ്ങുമ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ എനേബിൾ ചെയ്ത് വെക്കാം. ഫുൾ സ്ക്രീൻ ആയതിനു ശേഷം നമ്മൾ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഏതൊരു ആപ്പ് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്ന ഫീച്ചർ നമ്മുടെ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ ലിങ്കായിട്ട് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോയിലൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഭാഗത്താണ് നമ്മൾ ആൾ പ്ലേ ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്പെസിഫിക് ഭാഗം വെച്ചിട്ട് തന്നെ ആ വീഡിയോൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്.
അത് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കാണുന്ന ആ ഷെയർ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ആപ്പ് വഴിയാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ആപ്പ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് വഴിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ലിങ്ക് നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്തതിനു ശേഷം സ്മോൾ ലെറ്റർ T ടൈപ്പ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് ഒന്നും പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം സ്മോൾ ലെറ്റർ T ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ഈക്വൽ ടു സിമ്പിൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈം, ആ ഡ്യൂറേഷൻ എത്ര മിനിറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 1 മിനിറ്റ് 20 സെക്കൻഡ് തൊട്ടാണ് വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഷെയർ ചെയ്യുന്ന ആൾക്ക്. അപ്പോൾ അത് ചെയ്യാനായിട്ട് 01 മിനിറ്റിന് പകരം M സെക്കൻഡിന് പകരം S, അതായത് 20S. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അത് പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്യൂറേഷനിൽ തന്നെ നമ്മൾ അയക്കുന്ന ആൾക്കും ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ആ വീഡിയോ പ്ലേ ആവും. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ടൈമിൽ തന്നെ ആ വീഡിയോ ഞാൻ അയക്കുന്ന ആൾക്ക് പ്ലേ ആവും. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. കാരണം ജൂക്ക് ബോക്സൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ അത് വലിയ ഒരു വീഡിയോ ആകുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് കുറേ ടൈമിൽ പോകും. അപ്പോൾ അതിന് പകരം നമുക്ക് വേണ്ട ഡ്യൂറേഷൻ നമ്മൾ ലിങ്കിനോടൊപ്പം തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് അയക്കുന്നത് ആർക്കാണോ അവർക്ക് ആ ഡ്യൂറേഷൻ തൊട്ട് ആ വീഡിയോ പ്ലേ ആവുക. അപ്പോൾ ആ ഫീച്ചർ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ട്രെൻഡിങ് വീഡിയോൻ്റെ ഒരു ഫീച്ചറിനെ പറ്റിയാണ്. നമ്മൾ ട്രെൻഡിങ് വീഡിയോസ് കാണാനായിട്ട് ടോപ്പ് സൈഡിലെ എക്സ്പ്ലോർ ബട്ടൺ പ്രസ് ചെയ്ത് അതിനുശേഷം ട്രെൻഡിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മാത്രം ഉള്ള വീഡിയോസ്, ട്രെൻഡിങ് ആയ വീഡിയോസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്കത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് റൈറ്റ് സൈഡിലെ 3 ഡോട്ട്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ജനറൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ഇഷ്ടമുള്ളൊരു രാജ്യം സെലക്ട് ചെയ്യുക. ഇതിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കൺട്രി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഖത്തറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക് അടിച്ച് നമ്മൾ തിരിച്ച് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഖത്തർ എന്നുള്ള ആ കൺട്രിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കൺട്രി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ ഉപകാരപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത ഫീച്ചേഴ്സ് ഇതിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ എനിക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ട്രിക്സൊക്കെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ട്രിക്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ട്രിക്കാണ് അറിഞ്ഞുകൂടാണ്ടിരുന്നത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കൊരു സപ്പോർട്ടും കൂടി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.